ഞാൻ ഇന്ന് പ്രോൺസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 6 ചെറിയുള്ളി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചി, ഇത് രണ്ടും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണേ. ഇതിപ്പം ഉള്ളി ചതച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് നേർത്ത് അരിഞ്ഞാലും മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വഴറ്റുന്ന ഒന്ന് പച്ചമണം മാറിയാൽ മതി കേട്ടോ, അല്ലാതെ ഒരുപാട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇതിപ്പം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മുളക്, ചതച്ച മുളകാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ മുളകിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പം എനിക്ക് അത്യാവശ്യം എരി ഉണ്ടായിരുന്നു. ഇനിയിപ്പം നല്ല എരി വേണ്ടവർക്ക് ഒരു 3 ടീസ്പൂൺ ചതച്ച മുളക് വരെ ചേർക്കാം കേട്ടോ. ഇപ്പം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പ്രോൺസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 400 ഗ്രാം പ്രോൺസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ 400 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തിൽ പ്രോൺസിലാണെങ്കിൽ ഞാൻ ശകലം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം ഒട്ടും വെള്ളം ചേർക്കണ്ട. നമുക്ക് ഈ പ്രോൺസിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തോളും. ഇതിപ്പം ഞാൻ പ്രോൺസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പ്രോൺസിൽ നിന്ന്. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ ഇത് വെന്തോളും. ഒരു 10 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ആദ്യം ഈ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കും. പിന്നെ എത്ര നമുക്ക് വരട്ടിയെടുക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളിതിങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുമ്പം ശകലം കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അതുപോലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസ് കൊണ്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ചോറിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്